എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 10-ാം തീയതി വരെ നിങ്ങൾ ഏത് സ്കൂളിലാണോ +1ൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. റീവാലുവേഷൻ, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്നിവയ്ക്കായിട്ട് സെപ്പറേറ്റ് അപേക്ഷാ ഫോമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏതിനാണ് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫീസ് പറയാം. റീവാലുവേഷൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി ആണെങ്കിൽ, സൂക്ഷ്മ പരിശോധനയാണെങ്കിൽ അതിന് 100 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, അപ്പോൾ ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ അതിന് 300 രൂപയാണ് ഫീസ് വരിക. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യുന്നതാണ് റീവാലുവേഷൻ. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എവിടെയെങ്കിലും കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, മാർക്കിടാൻ വിട്ടുപോയിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾക്ക് തപാൽ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ മുഖേനയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതിനാണ് ഫോട്ടോ കോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് റീവാലുവേഷൻ്റെയും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടെയും ഫോട്ടോ കോപ്പിയുടെയും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 ആപ്ലിക്കേഷൻ, അത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഇതിനുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ റീവാലുവേഷൻ്റെ ഫോമാണ് ജസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ്, അതുപോലെ എല്ലാ ഫോമും ഏകദേശം സെയിം ആണ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ. അപ്പോൾ സെക്കൻഡ് എന്നുള്ളത് തടയുക, അതിനുശേഷം ഇയർ എന്നുള്ളടുത്ത് മാർച്ച് 2025 എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ ട്രഷറി എമൗണ്ട് റെമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതില്ല, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളൂ. ഇനി അടുത്തതായിട്ടുള്ളത് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ. ഇവിടെ നിങ്ങളുടെ പേരെന്താണെന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ഞാനിപ്പോൾ അമൽ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതുപോലെ ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ഇനീഷ്യലും കൂടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അതായത് +1ൻ്റെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് നിങ്ങൾ അവിടെ എഴുതുക. അതിനുശേഷം അടുത്തതായിട്ടുള്ളത് നെയിം ആൻഡ് സെൻറ്റർ നമ്പർ ഓഫ് സ്കൂൾ ഓർ സെൻറ്റർ അറ്റ് വിച്ച് കാൻഡിഡേറ്റ് ടു ദ എക്സാമിനേഷൻ. അതായത് നിങ്ങൾ +1 പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും എഴുതുക. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അടുത്തത് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ അടുത്തത് മൂന്നാമത്തേത് നിങ്ങൾ പേപ്പേഴ്സാണ്. അത് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണോ റീവാലുവേഷൻ കൊടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അതായത് ഒന്നാമത്തെ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞുള്ള എണ്ണൽ സംഖ്യകളാണ് സീരിയൽ നമ്പറായിട്ട് വരിക. പാർട്ട് എന്ന് പറയുന്ന സമയത്ത് പാർട്ട് 1 എന്നുള്ളത് ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് ബാക്കി സബ്ജക്റ്റാണ്. നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പാർട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയുമാണ് റീവാലുവേഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് 4 സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ പാർട്ട് 1, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അതിന് ലഭിച്ചിട്ടുള്ള TE മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എത്രയാണോ TE മാർക്ക് കിട്ടിയത് അത് ഇവിടെ എഴുതുന്നു. അടുത്തത് സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ തിരഞ്ഞെടുത്തത് മലയാളമായിരുന്നു. അപ്പോൾ മലയാളത്തിൽ എനിക്ക് ഒരു 30 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് ജസ്റ്റ് ഒരു 24 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് TE മാർക്ക് കിട്ടിയത് 24 അപ്പോൾ അത് എവിടെ എത്തുന്നു. അടുത്തതായിട്ടുള്ളത് ബാക്കി സബ്ജക്റ്റുകളൊക്കെ വരിക പാർട്ട് 3യിലാണ് വരിക. ഞാനിപ്പോൾ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രിയും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഫിസിക്സ് കൊടുക്കുന്നു, അതിന് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കും. അപ്പോൾ അതിന് ഞാൻ എത്ര മാർക്കാണ് കിട്ടിയതെന്ന് എഴുതുന്നു. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ അതും പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രി കൊടുക്കുന്നു, അതിന് കിട്ടിയിട്ടുള്ളത് എത്ര മാർക്കാണെന്ന് ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര വിഷയങ്ങളാണോ റീവാലുവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വിഷയം റീവാലുവേഷൻ കൊടുക്കാം. എന്നാൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനോടൊപ്പം നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്.
അടുത്തത് വെദർ അപ്ലൈഡ്, അത് നിങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ, അത് സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെന്നാണ് പറയുന്നത്. സ്ക്രൂട്ടനിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ അഡ്രസ്സാണ്. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് എഴുതുക, അതുപോലെ വീട്ടുപേര്, അഡ്രസ്സ്, അതുപോലുള്ള കാര്യങ്ങൾ എഴുതുക. അടുത്തതായിട്ട് പിൻകോഡ് കൊടുക്കാനുള്ള ഭാഗമുണ്ട്, അതുപോലെ ഫോൺ നമ്പർ എഴുതാനുള്ള ഭാഗമുണ്ട്, അത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടാനുള്ള ഭാഗമുണ്ട്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ അതായത് അവിടെ ഒപ്പിടുക. അതിനുശേഷം നിങ്ങളുടെ പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ്, അത് സ്കൂളിൻ്റെ പ്ലേസ് ആയാലും പ്രശ്നമില്ല, സ്കൂളിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് ആയിരുന്നാലും പ്രശ്നമില്ല. ഇനി അടുത്തതായിട്ടുള്ളത് സ്ക്രൂട്ടനിയുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. സ്ക്രൂട്ടനിയുടെ ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്നുള്ളടത്ത് സെക്കൻഡ് തടയുക, അതിനുശേഷം മാർച്ച് 2025 എന്ന് എഴുതുക. അതുപോലെ ഇവിടെ നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. അതുപോലെ നെയിം ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ അമൽ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ രജിസ്റ്റർ നമ്പറാണ്. അതുപോലെ തന്നെ അടുത്തത് നെയിം ആൻഡ് അത് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന +1 പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും. അതുപോലെ റവന്യൂ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല. അതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പാർട്ട് 1, 2, 3, 4, 5 എന്നുള്ളതാണ്. പാർട്ട് എന്നുള്ളത് എന്താ അറിയാം, ഈ ഒരു പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ബാക്കി സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ സ്ക്രൂട്ടനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1, സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ പാർട്ട് 2, ബാക്കി സബ്ജക്റ്റ് ആണെങ്കിൽ പാർട്ട് 3 ഏതാണ് എഴുതുന്നത് അതനുസരിച്ച് എഴുതുക. അതുപോലെ സബ്ജക്റ്റിൻ്റെ പേര്, അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണോ അതിവിടെ എഴുതുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. എത്ര സബ്ജക്റ്റാണോ അതിന് കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എഴുതുക. അടുത്തതായിട്ടുള്ളത് നിങ്ങൾ ഇതോടൊപ്പം നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ മാർക്ക് ഷീറ്റ് വെക്കുന്നുണ്ടോ, അതായത് റിസൾട്ടിൻ്റെ കോപ്പി വെക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നോ എന്നും ഉണ്ടെങ്കിൽ യെസ് എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, നിങ്ങളുടെ വീട്ടഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുക, ഇവിടെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ എഴുതുക. ഇത്രയാണ് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളത്. അടുത്തതായുള്ളത് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ നിങ്ങൾ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്ലേസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്ലേസ്, അതുപോലെ തന്നെ ഇവിടെ അന്നത്തെ ദിവസം എപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ഒരു ദിവസത്തെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അടുത്തതായിട്ടാണ് ഫോട്ടോ കോപ്പിയുടേത്, അതായത് ഈ ഒരു നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നതിനായിട്ടുള്ള ഫോമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് സെക്കൻഡ് എന്നുള്ളത് തടയുക. അതുപോലെ തന്നെ ഇയർ എന്നുള്ള ഭാഗത്ത് മാർച്ച് 2025 എന്ന് എഴുതുക. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഫില്ല് ചെയ്യേണ്ടതില്ല. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ പേരാണ്. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് നിങ്ങളുടെ പേര് എഴുതേണ്ടത്. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ AMAL എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. അടുത്തതായി രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ +1 പഠിച്ച സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ആ ഒരു പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുമാണ്. അടുത്തത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ അത് ആ ഒരു ജില്ലയുടെ പേരാണ് ചോദിക്കുന്നത്. അടുത്തതായിട്ടുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളുടേതാണ് ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. സീരിയൽ നമ്പർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എന്നുള്ളതാണ്. പാർട്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ് എങ്കിൽ പാർട്ട് 2 ആണ് വരിക. അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റുകളൊക്കെ പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണോ നിങ്ങൾ ഈ ഒരു ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ പാർട്ട് 3 ആണോ എന്നുള്ളത് എഴുതാവുന്നതും അതിനുശേഷം നെയിം ഓഫ് പേപ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പരീക്ഷ എന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേരും, പരീക്ഷയല്ല ഒരു ഫോട്ടോ കോപ്പിക്ക് വേണ്ടത് അതിൻ്റെ ആ ഒരു പരീക്ഷ ഇത് ആ സബ്ജക്റ്റിൻ്റെ പേരും, അതുപോലെ തന്നെ അതിന് കിട്ടിയിട്ടുള്ള TE മാർക്ക് എത്രയാണോ അതും ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എത്ര വിഷയമാണോ ഫോട്ടോ കോപ്പിക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഇതിൽ വ്യത്യാസമായിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്കി ഇവിടെ +1ൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ റീവാലുവേഷനോ സ്ക്രൂട്ടനിക്കോ കൊടുക്കുന്നൊന്നും ചോദിക്കുന്നില്ല. ഇതിൽ നിങ്ങളുടെ അഡ്രസ്സാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ പേരെന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടഡ്രസ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. ആദ്യം നിങ്ങളുടെ പേര് അഡ്രസ്സിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ എഴുതുക. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്ലേസ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ഒരു ദിവസത്തെ ആ ഒരു ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ്, അതുപോലെ തന്നെ സ്ക്രൂട്ടനിക്ക് 100 രൂപയാണ്, ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റീവാലുവേഷൻ്റെ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂൺ 10-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.